ട്രെയിനിലുള്ള യാത്ര ഇന്നത്തോടെ ചർച്ചിക്കുന്നു അല്ലേ വസിയ? നമ്മള് ലൈവായിട്ട് നമ്മളിന്ന് കണ്ടത് സംഭവം. അപ്പൊ അഞ്ഞ് ഔട്ടിങ്ങിന് പോകുമ്പോൾ അല്ലാതെ വെച്ച് മാഞ്ഞാളക്കളി നിന്ന് കളിക്കല്ലേ ട്രെയിനിൽ പോകുമ്പോൾ ഒരു ചെങ്ങായി ട്രെയിന് പോകുന്ന ടൈമിൽ ഓടി കയറിയതാണ്. പക്ഷെ മൂപ്പരാൾ നേരെ ഉള്ളിക്കണ്ട് വീണ് കണ്ട് ഉള്ളിക്ക് പോയി 2 കാലാണ് മൂപ്പരാളത് പോയത്. നമ്മൾ കണ്ടിട്ട് എന്തോ വെച്ചാൽ നമ്മള് ഫേസ് ടു ഫേസ് കണ്ടാണ് മൂപ്പരാളെ. പിന്നെ നമ്മൾ കാണുന്ന എങ്ങനെ അറിയോ, കാല് പകുതി പോയിട്ട്. എന്തായാലും അയാൾ ട്രെയിൻ എടുത്തപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ആ ഇതിൽ തന്നെ പെട്ടെന്ന് ധൃതിയിൽ കയറാൻ നോക്കിയതാണ്. പക്ഷെ അയാൾ പോയത് അടിയിക്കാണ്. അപ്പൊ ഞാനൊക്കെ അങ്ങനെ കുറെ ചെയ്ത് ട്രെയിൻ എടുക്കുമ്പോൾ പെട്ടെന്ന് പോയി ഓടി കയറലും, അതുപോലെ ഉടങ്ങി പോയി ഇറങ്ങുമ്പോൾ ട്രെയിൻ എടുക്കുമ്പോൾ വന്ന് കയറലും, അങ്ങനെയൊക്കെ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനൊക്കെ ഒരുപാട് ചെയ്തതാണ്. അപ്പൊ നിങ്ങളൊന്ന് അള്ളാനെ വെച്ചിട്ട് അതിനൊന്നും നിൽക്കലി കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ട്രെയിന് പോണേ പോട്ടെ, അതിന്റെ വഴിക്ക് കൂടി. നമ്മൾ ലൈഫ് വെറുതെ കൊണ്ടുപോയാണ്. അയാളൊക്കെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ലൈവായിട്ട് കണ്ടവരാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞുതരാം, നിങ്ങളൊക്കെ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ മുന്നിൽ ട്രെയിനിൽ പോകണ്ടേ, വല്ല പോയാലും സ്പീഡ് പോയാലും അല്ലാതെ ചാടി ഇന്ന് കയറാൻ നിൽക്കില്ലേ. നിങ്ങൾ ഫാമിലിയൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ചിലവരൊക്കെ ഉണ്ടാവും ഇങ്ങനെ അമ്മനെ പിടിച്ച് കയറ്റിലും മക്കളെ പിടിച്ച് കയറ്റിലും, അതിനൊന്നും നിൽക്കല്ലേ. നമ്മളെ കമ്പനിക്കാരെല്ലാവരും ഒക്കെ എന്ത് ഇതേപോലെ മാഞ്ഞാളം കളിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഒന്ന് അയച്ചു പിടിച്ചിട്ട് പറയും നമ്മളെ മുന്നിൽ നിന്നാണ് ചെങ്ങായിന്റെ കാല് 2ഉം പോയത്. നമ്മൾ ലൈവായിട്ടുള്ള കണ്ടു ബസ്സിയാ. അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫാമിലി ആയിട്ട് പോകുമ്പോഴും എല്ലാവരും കൂട്ടി എവിടേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക, ഈ ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് പുറത്തൊന്നും മാഞ്ഞാളം കളിക്കരുത് അല്ല വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ ഫുൾ കെയർ ആക്കുക, അത്രേ പറയുള്ളൂ.